ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ എവിടെ പോവാ? നമ്മൾ എറണാകുളം പോവാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ടിക്കറ്റ് പിടിച്ചു പോകുമ്പോൾ ചിലപ്പോൾ എൻ്റെ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. വയ്യ സ്റ്റെപ്പൊന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ ഒരു മൂവി പ്രൊമോഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി പോവാണ്. ഞാൻ ഈ മമ്മിയോട്, നമ്മളിന്ന് ട്രെയിനിനാണ് കേട്ടോ പോകണം, വണ്ടിയിലല്ല പോണത്. ഞാൻ മമ്മിയോട് നേരത്തെ പറഞ്ഞു എൻ്റെ മമ്മി ഇത്ര മണിക്ക്. ഞാൻ ഇന്നലെ വന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴേക്ക് ട്രെയിൻ ഉള്ളതെന്നൊക്കെ. അപ്പോൾ ഇത്ര മണിക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു നേരത്തെ ഇത്ര മണിക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ മമ്മി പറഞ്ഞു ഓൺലൈനിൽ നോക്കിയിട്ട് മമ്മി പറഞ്ഞു ആ ട്രെയിൻ ലേറ്റ് ആണെന്ന്. ഇപ്പോൾ അവിടെ ഒന്ന് ചോദിച്ചപ്പോൾ പറയണു ഇതിപ്പോൾ ഒരു ട്രെയിൻ പോയല്ലോ. അപ്പം തന്നെ ഞാൻ മമ്മിയോട് പറഞ്ഞു എന്ത് മമ്മി ഇവിടെ പോയി ഇരിക്കാം, അപ്പോൾ ഓൺലൈനിൽ കാണിക്കുന്നത് നോക്കണ്ട, അവിടെ പോയ ട്രെയിൻ കിട്ടുമെന്ന് പറഞ്ഞു. ഇല്ല 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 പറഞ്ഞിട്ട് ഇതാക്കി ട്രെയിൻ പോയി. ഇനി 9 മണിക്ക് ട്രെയിനുള്ളൂ, ഇപ്പോൾ 8 മണി. അതില്ലേ ഞാൻ നോക്കിയപ്പോൾ 1 മണിക്കൂർ ലേറ്റാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണ്ടേ, എനിക്കാൻ ചിരിക്കാനും വയ്യ. അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞു അവിടെ പോയി കിട്ടുന്നു പറഞ്ഞൊക്കെ ചെയ്തു. ഞാൻ 1-2 വട്ടം പോയ എക്സ്പീരിയൻസിലാണ് പറയണതേ. അല്ല, ഞങ്ങൾ ഇടയിൽ കൂടെ വന്നിട്ട് ഇടയിൽ കൂടെ ട്രെയിൻ കിട്ടുവെച്ചിട്ട് തന്നെ ഇരുന്നത്, പക്ഷെ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, അപ്പം എന്തായാലും 1 മണിക്കൂർ കൂടെ പോസ്റ്റ്. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇവിടുന്ന് ഓടിപ്പഞ്ഞ് അവർ 12 മണിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ പോട്ടോ. അവിടെ പോയാൽ അവർ ഷൂട്ട് തുടങ്ങുമ്പോഴേക്കും തന്നെ 6 മണിയൊക്കെ ആവും. അവിടെ പോയാലും നിൽക്കണം. അപ്പോൾ എന്തിനാ ഈ ഉണ്ണിക്ക് അവിടെ പോയിട്ട് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുകൊണ്ട് അവൾ ഇവിടുന്ന് ഒന്നും ചെയ്തിട്ടില്ല. അതിനൊക്കെയുള്ള സമയമൊക്കെ വേണം. അത് കുഴപ്പമില്ല. ഇങ്ങനെ ഫോൺ പിടിച്ചു നിൽക്കുന്നത് നേരെ പിടിക്കേ. അപ്പോൾ എന്താ അവിടെ പക്ഷെ എന്താ പറഞ്ഞ വെച്ചാൽ ഇത് ഒരു എന്നുവെച്ചാൽ ഇതിനത്ര കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ഇത് പെട്ടെന്ന് കഴിയുമെന്നാണ് പറഞ്ഞത്. അറിയില്ല, അവർ പറയും നോക്കാം എന്തായാലും. നമ്മളിവിടെ കുറേ നേരമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് നല്ല മഴയാണ്. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴത്തേനും നിൽക്കുമായിരിക്കും. ഇതാണ്ട ഉണ്ണി ഇരുന്നിട്ട് എന്താ പറയുക മുഷിഞ്ഞെന്നൊക്കെ വേണേൽ പറയാം. ഒരു 9 കാലൊക്കെ ആയിട്ടോ നമ്മൾ 1 മണിക്കൂറൊക്കെ ഇവിടെ ഇരുന്നു. അത് നമ്മൾ ചെറിയൊരു അശ്രദ്ധ കൊണ്ടാണ്. ഇല്ലെങ്കിൽ 8 മണിക്കുള്ള ട്രെയിന് പോവായിരുന്നു. പിന്നെ ഇവിടെ ഇരുന്നാൽ ഞങ്ങൾക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ കോമഡിയോട് കോമഡി ആയിരുന്നു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണെന്നൊക്കെ മറന്നിട്ട് ചിരിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ വെറുതെ ചുമ്മാ ഓരോന്നും പറഞ്ഞ് ഉണ്ണീനെ ചിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചിരിപ്പിച്ചില്ല കേട്ടോ, ഇതിൻ്റെ കൺമുന്നിൽ ഓരോ കോമഡി ഇങ്ങനെ കണ്ടു. അപ്പോൾ ഇപ്പോൾ ട്രെയിൻ വരുന്ന വിചാരിക്കണം. 1 മണിക്കൂർ ലേറ്റാണ് കേട്ടോ, അതാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക ട്രെയിന് വരട്ടെ അല്ലേ ചേച്ചിയെ, ട്രെയിൻ വരട്ടെ അല്ലേ. ഈ നേരം വെളുക്കോളം ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ കണ്ണ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ അതറിയാതിരിക്കുക, കണ്ണൊക്കെ ചത്തോണ്ടുണ്ടല്ലോ, അതറിയാതിരിക്കാൻ വേണ്ടി കുറച്ച് ബാബുയുടെ ഐഷാഡോ ഒക്കെ എടുത്ത് തേച്ചതാ. കാരണം എന്താ വെച്ചാൽ അങ്ങനെയും കണ്ണൊക്കെ ഇതായിരുന്നു. നേരം വെളുക്കോളം ഉറങ്ങിയിട്ടില്ല, തലവേദനിച്ചിട്ട്. ഗുളിക കഴിച്ചിട്ടൊന്നും മാറി. പിന്നെ നേരം വെളുക്കുമ്പോൾ എന്നിട്ട് പോകണ്ടേ എന്നുള്ള രീതിയിൽ ഗുളി കഴിച്ചിട്ടൊന്നും മാറിയില്ല. എന്നിട്ട് ഞാൻ പിന്നെ ഒരു ഗുളി എടുത്ത് കഴിച്ചിട്ടാണ് മാറിയത് കേട്ടോ. അപ്പോഴത്തേനും എന്താ നിൽക്കാൻ പോലും പറ്റുന്നില്ല. നേരം വെളുക്കോളം ഉറങ്ങിയ ആൾക്ക് ഇനി ഉറക്കം വരുന്നു. രാവിലെ വരെ ഒരു 5 മിനിറ്റ് പോലും കണ്ണടച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ചില ദിവസങ്ങളിൽ എനിക്കിങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ട്രെയിനിൽ കയറിയിട്ട് വേണമെന്ന് ഉറങ്ങാൻ വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതിനേക്കാളും മുമ്പ് അവൾ സൈഡായിട്ട് എൻ്റെ മേളിൽ പോയി കിടക്കുന്ന തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ ട്രെയിൻ വരും. ടാറ്റ. അങ്ങനെ നമ്മൾ ട്രെയിന് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ട്രെയിന് കയറിയത് ഒരു സാഹസികതയിലൂടെയാണ്. കാരണം നമ്മൾ ലോക്കൽ ടിക്കറ്റ് ആണല്ലോ, നമ്മൾക്ക് എന്താ പറയുക എറണാകുളം പോകാൻ വേണ്ടിയിട്ട് റിസർവേഷൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെയുള്ള ഷൂട്ടൊക്കെ നമുക്ക് പെട്ടെന്നാണ് അവർ പറയുക. അതുകൊണ്ട് നമുക്ക് ഒന്നും മുൻകൂട്ടിയൊന്നും പ്ലാൻ ചെയ്യാനൊന്നും പറ്റില്ല. കാറുണ്ട് വെച്ചാൽ എടുത്ത് പോകാമെന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂ. പിന്നെ ഉണ്ണി പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് ഇത്രയും ദൂരമൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാനൊരു ഒന്നുകൂടി സെറ്റ് ആവട്ടെ. അപ്പോൾ അതുകൊണ്ട് ട്രെയിനൊക്കെ നമുക്ക് ബുക്ക് ചെയ്തിടാനൊന്നും പറ്റില്ല കേട്ടോ. ലോക്കലിൽ കയറി പോകാനേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ സ്ലീപ്പറിൽ കയറിയിട്ട് അങ്ങനെ ടിക്കറ്റ് എടുക്കും. എന്നിട്ട് സ്ലീപ്പറിൽ കയറും. എന്നിട്ട് ഇത് കൊടുക്കും കേട്ടോ. എന്താ നമ്മൾ എന്താ പറയുക
എന്താ പറയുക, അതിന് ചാർജ് കൊടുക്കും. എന്നിട്ട് അങ്ങനെ ടീച്ചറിനെ കണ്ടിട്ട് അങ്ങനെയാണ് പോകുന്നത്. അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, എന്താ നല്ല കാറ്റാട്ടോ. അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഫസ്റ്റാണ് ജനറൽ എന്ന് പറഞ്ഞിട്ടോ. അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു നിന്നു, പക്ഷെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ദൂരം പോയി, നമ്മൾ ഇടയിൽ പെട്ടു. പിന്നെ വരുന്നത് മൊത്തം സ്ലീപ്പറൊന്നും കാണാനില്ല. പിന്നെ ഞങ്ങൾ ഏസിൽ അവിടേക്ക് നിന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ വേഗം മറ്റേ എ സിയിലേക്ക് കൂടെ കയറിയിട്ട് അവിടെ നിന്ന് ഇത്രയും നടന്നു വന്നു. എന്നിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇല്ലെന്നെ അതെ എനിക്ക് ഉറക്കം വരണം വെച്ചിട്ട് അപ്പം തുടങ്ങി പറയാനാണ്. അപ്പോൾ എന്തായാലും കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞപ്പോൾ ഇരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ കയറിയിട്ടുള്ളൂ. നമുക്ക് 12 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തണം കേട്ടോ. ഇത് 11:45 എത്തുമെന്ന് പറയുന്നുണ്ട്, നോക്കാം. പിന്നെ 12 മണിക്കാണ് നമുക്ക് അവിടെ ടൈം ഉള്ളത്. അപ്പോഴത്തേക്ക് വേഗം എത്തണം. എന്താ പറയുക, പിന്നെ ഇവിടെ വേറെ ഇനിയിപ്പോൾ ഞാൻ ചായ ഉണ്ടല്ലോ, ആള് ചായ എന്താ ഇവര് ജനലൊക്കെ തുറന്നിട്ടുകൊണ്ടേ കാറ്റ് അമ്മാതിരി കാറ്റാണ്. മുടിയൊക്കെ കണ്ടോ മൊത്തം ഇങ്ങോട്ട് പോകുന്നു. അതും അവിടെ നിന്നുള്ള ഇങ്ങോട്ട് കയറി അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേന് നല്ല കാറ്റായിരുന്നു. ആളെ ഉറങ്ങി കേട്ടോ. ഇനി ഞാനിത് ഇവിടെ എന്തോ കുത്തുണ്ടോ, ഞാനും ഇവിടെ ഞാൻ ചാരിയിട്ട് ഞാനും കിടന്ന് ഉറങ്ങും. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. കുറച്ചുകൂടി ഇങ്ങോട്ട് പോകുമ്പോഴത്തേനും മുടിയൊന്നും നമ്മളെ കയ്യിലില്ല കേട്ടോ. അവിടെ കാറ്റാണ്ടോ ചെല്ലും കുറഞ്ഞിട്ട് ആള് സൈഡായിട്ട് ആള് നല്ല ഉറക്കാണ്. ഞാനൊന്ന് ഉറങ്ങാന്ന് പറയുമ്പോഴത്തേനും ഒന്നും വടിയിൽ കിടന്ന് ഉറങ്ങി. അപ്പം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറയില്ല അമ്മമാരിന് കണ്ടാൽ പിന്നെ മക്കൾക്ക് ഒരിതല്ലേ. അപ്പം ഞാൻ എൻ്റെ ഓർഡറുകൾ മാറ്റി വെച്ചു. ഈ ആവശ്യമില്ലേ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇറങ്ങാറായിട്ടുണ്ട് കേട്ടോ. ആൾ നല്ല ഉറപ്പ് തന്നെയാണ്. ഇറങ്ങാറായിട്ടുണ്ട്, കുറച്ചും കൂടെ ഉള്ളൂ. കയറിയപ്പോൾ തൊട്ട് ഉറങ്ങാൻ തുടങ്ങിയ കേട്ടോ. ആളെ ഉറക്കത്തിൻ്റെ എടുക്കുന്നില്ല. എന്താ വെച്ചാൽ നേരത്തെ കുറച്ച് എണീട്ടല്ലോ. പിന്നെ ട്രെയിൻ കുറച്ച് ലേറ്റായപ്പോൾ പറയാം ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങാൻ പറ്റും. എൻ്റെ കണ്ണുണ്ടെങ്കിൽ അറിയാലോ, കണ്ണടച്ചിട്ടില്ല. കാരണം എനിക്ക് രണ്ടാളും ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ പെട്ടാൽ അവിടെ എത്തി അറിഞ്ഞില്ലെങ്കിൽ വെച്ചിട്ടാട്ടോ. ഈ ട്രെയിനിൽ എനിക്ക് അങ്ങനെ വന്ന് ശീലമില്ല. എനിക്ക് ചെന്നൈയിലേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്ന് കയറിയ സെൻട്രലാണ്, അവിടെ നിന്ന് അങ്ങോട്ട് പോവില്ല. നമ്മൾ ആലപ്പി പോകുന്നത് വേറെ ട്രെയിനിൽ ഞാൻ പോവില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ സെൻട്രൽ കടന്നു പോവില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ ഇതൊക്കെ ഇവിടെ നിർത്തി ഇനിയും പോലും ഇത്രയും മിനിറ്റുകളല്ലേ നിർത്തുള്ളൂ. അത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാണ്. അപ്പോൾ രണ്ടാളും ഉറങ്ങിക്കഴിഞ്ഞ് പണി കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ ഉറങ്ങി. കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു വീഴുന്നുണ്ട്, പക്ഷേ ഉറങ്ങിയിട്ടില്ല. എൻ്റെ കുഞ്ഞ് ഇടകിടന്നുറങ്ങണം ചൂട്ടാക്കി പാവയിന് ഉറക്കം മതിയിൽ വെച്ച് അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിടയ്ക്ക് ശീലമുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. ഒരു 11:45 ഇറങ്ങുമെന്ന് പറഞ്ഞ്. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഫുഡൊന്നും കൊണ്ട് പുറത്തുനിന്ന് കഴിക്കുന്നില്ല. എന്നാലും എന്തെങ്കിലും കഴിക്കണില്ല വെച്ചാൽ ക്ഷീണാവില്ല. ഞങ്ങൾ അവിടെ നിന്ന് 2 സ്പൂൺ പഴമണി വെച്ചിട്ടാണ് ഉണ്ടാവാൻ. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് കളറില്ല. അപ്പം തന്നെ ഇറങ്ങിയിട്ട് കാണിക്കാം കേട്ടോ. എല്ലാവരും കൂടി പുറത്തുനിന്നിട്ട് ഒന്നും കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം കണ്ടന്റ് ബേസായിട്ട് എന്തോ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ഇറങ്ങിയത്. ഇത് നല്ല വർത്താനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ മാത്രമാണ് അതിലില്ലാത്ത ആൾ. ബാക്കി എല്ലാവരും അവരൊക്കെ ഉണ്ടായതാണ്. ഞാൻ മാത്രമേ ഉണ്ണിയുടെ കൂടെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും കുറച്ചും കൂടി ഒക്കെ വലിയ ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഒറ്റയ്ക്കൊക്കെ വന്നിരിക്കുന്നത്. 2 ബാഗ് കേട്ടോ. ഉണ്ണീനെ മേക്കപ്പ് മാൻ പോലെ തൂക്കിപ്പിച്ചിരിക്കുക കേട്ടോ. ഞങ്ങൾ കുറച്ച് വൈകി. ഇവിടെ 11:30-12 മണിയെന്നാണ് പറഞ്ഞത്. ട്രെയിൻ ചതിച്ചതുകൊണ്ട് നമ്മൾ കുറച്ച് നന്നായിട്ട് വൈകി. എന്നാലും നമ്മൾ എത്തിയിട്ട് നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ ഇവിടെ എന്തായാലും ഫുഡ് എല്ലാവട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ പ്രശ്നം വിചാരിച്ചു 11:30-ക്കൊക്കെ വെച്ചിട്ടില്ല. പക്ഷേ ഫുഡ് ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പാവൻ്റെ ഉണ്ണിക്ക് വിശന്നിട്ട് ഇരിക്കുകയുണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്യാൻ, ഇത് കഴിഞ്ഞിട്ട് എപ്പോഴും എൻ്റെ കുട്ടി തളരിലേച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് പക്ഷേ ഇവിടെ ഫുഡ് ഉണ്ട്. നമുക്ക് താഴെ പോയിട്ട് കഴിക്കാൻ പോകുമ്പോഴാണ് അവർ ഒന്നും കൂടി ചർച്ച ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്രാവശ്യം ഡാൻസ് അല്ല, എന്തോ ഇങ്ങനെ
കണ്ടന്റ് വീഡിയോസ് പോലെ എന്തൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഏതാ ഫിലിം കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നോക്കാം. ഞാൻ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, കാരണം ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ഹൊറിബറിയിൽ ഓടുമായിരുന്നു കേട്ടോ. ഓട്ടോക്കാരൻ്റെ അടുത്തൊക്കെ സ്റ്റണ്ടൊക്കെ അടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു ഇവിടെ ഒരു ഹോട്ടലാണ് കേട്ടോ. എന്താ ഒരു പേര്, എന്തോ ഒരു റോയൽ ഹോട്ടൽ. ഞാൻ എന്നോട് ചോദിച്ചിട്ട് പറയാം. അപ്പോൾ ഇവിടുന്ന് 5 കിലോമീറ്ററൊക്കെ ഉള്ളൂ ട്രെയിൻ ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ. പക്ഷേ ഓട്ടോക്കാരോട് ചോദിച്ചപ്പോൾ 20 മിനിറ്റ് ഉണ്ട്, 250 രൂപ തരണം. ഞാൻ പറഞ്ഞു പൈസ തരാം, നിങ്ങൾ അവിടെ സ്ഥലത്ത് കൊണ്ടുവിടുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങേര് പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു 5 കിലോമീറ്ററൊക്കെ ഉള്ളൂ അവിടെ നിന്നെന്ന് പറഞ്ഞപ്പോൾ അങ്ങേർക്ക് വിചാരിച്ചു പൈസ നമ്മൾ കൊടുക്കാതെ പൈസയ്ക്ക് വേണ്ടി അടി ഉണ്ടാക്കണം. നമ്മൾ നേരം വൈകിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടെത്തിച്ചാൽ മതി വെച്ചിട്ട് ഇവിടെ നമ്മൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊരു ഇതായിരുന്നു കേട്ടോ. ഇവരുടെ ഇതൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ കുട്ടീനെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പുറത്ത് കിടന്ന് ഘോഷമായിട്ടുണ്ട്. ഇങ്ങോട്ട് വാ നമ്മുടെ കുട്ടി ഇങ്ങോട്ട് വാ. തങ്കമേ ഇപ്പോൾ ഫോൺ വിളിച്ച് ഞാൻ അങ്ങനെ വിളിക്കുക. തങ്കമേ എൻ്റെ കുട്ടിക്ക് പുതിയ ഡ്രസ്സാണ്. എപ്പോൾ എവിടേക്കും വരുന്ന സ്റ്റുഡിയോയിൽ പോവും. എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. സുന്ദരിയുടെ ബർത്ത്ഡേ ആണ്. എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണം. ഈ ചെറുതൊരു വീട് നാളെ വരുള്ളൂ, എങ്കിലും വിഷ് ചെയ്യാലോ. വേണ്ട കേട്ടോ. ഓ ഇവിടുന്ന് കഴിച്ച് പറയുന്നിടത്തൊന്നും കഴിക്കണം. അവിടുന്ന് ഒരു പ്ലേറ്റ് എടുത്ത് കൊടുത്തോ. വേണ്ടത് കഴിച്ച് കഴിഞ്ഞിട്ട് പോകണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ നമ്മൾ കഴിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഫുഡിനുള്ള ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഇവരൊക്കെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നുണ്ട്. ഇന്ന് ബർത്ത്ഡേ ചെലവ് വേണമെന്ന് പറഞ്ഞു. അടുത്തന്നെ രണ്ടാളും പറ്റുന്നത് എല്ലാവർക്കും ചെലവ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ എല്ലാരും വിശ്വസിക്കണ്ട ആരുടെ ഇത് നമ്മൾ ഇവിടത്തെ ചെലവാട്ടോ. നമ്മൾ പോകുന്ന വഴി കുത്തിന് പിടിച്ച് വാങ്ങിക്കൂല്ലേ. അതും ഇപ്പൊ ക്യാമറ ഓഫാന്ന് മമ്മി വിചാരിച്ചേ, പക്ഷെ ഓണായിരുന്നു. നേരത്തെ വെറുതെ പറഞ്ഞതാ, ക്യാമറ ഓണായിരുന്നു. എനിക്ക് വേണ്ട, എന്റെ ഉണ്ണിക്ക് കാണിച്ച് ഞാൻ വാങ്ങിച്ചു തരും. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് വാങ്ങിച്ചു തരും. എപ്പോഴും ബർത്ത്ഡേ കാണില്ലല്ലോ, അപ്പൊ കാണും. ആ വേറെ ഹോട്ടലിൽ പോവാം. പക്ഷെ നമ്മള് അതല്ല, നമ്മള് വരുമ്പോഴത്തേനും ഇവര് വീഡിയോസ് ഒക്കെ എടുക്കും. അതുകൊണ്ട് നമുക്ക് പോണ്ട. നമ്മള് വരുമ്പോഴത്തേനും സമയം വൈകും, അതുകൊണ്ട് പോണ്ട. തങ്കമേ അപ്പൊ ഇവിടെ ഹായ് പറ മോളെ. ഹായ് ഹായ്. ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഹായ്. വീഡിയോയിൽ പെട്ട കുഴപ്പമില്ലല്ലോ. അതല്ല നമ്മളൊരു ഹായ് പറ. അവനെ വിളിക്കും. ഹായ്. ഇവിടെയും കുറേ നേരം ഫുഡിന് വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറേ നേരം നമ്മൾ ഇരിക്കണു. ഇപ്പം തന്നെ സമയം 2:30 ഇനിയും തുടങ്ങിയിട്ടില്ല. ഇന്ന് പോകുമ്പോഴേക്കും ട്രെയിൻ കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. തുടങ്ങിയിട്ട് സമയം രാത്രിയാവും തോന്നുന്നു. ഇന്നിപ്പോൾ കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിൽ തന്നെ പോകണ്ടേ. അപ്പോൾ ആ സമയമ്പോഴത്തേനും ഇരുട്ടാവും തന്നെ തോന്നണം. എത്ര മണിക്കാണ് ട്രെയിന് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഉണ്ണിയെന്ന് വെച്ചാൽ ഒരു കൂസലും ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ട്. അവളെ വിചാരം ഞാൻ കൊണ്ടുപോകുന്ന എന്താ വെച്ചാൽ ഇരുട്ടായാലും ഞാൻ ഓട്ടോ വിളിച്ചെങ്കിൽ കൊണ്ടുപോകാമെന്ന് വരുമ്പോൾ പറഞ്ഞു. അത് അവൾ ഇല്ലച്ചാൽ ഇവർക്ക് എൻ്റെ കൂടെ വന്നാവും ഞാൻ അങ്ങനെ നോക്കുന്നത്. പക്ഷെ എനിക്കിവിടെ ഒന്നും അറിയില്ലല്ലോ. എന്നാലും എങ്ങനെയും ഞങ്ങൾ വീടെത്തും, കാരണം വാവുണ്ടല്ലോ വീട്ടിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്തിയേ പറ്റൂ. ഉണ്ണി ഒന്നും കിട്ടിയില്ല. ആ നിനക്കുള്ളതെല്ലാം എനിക്കല്ലേ. എനിക്ക് രാത്രി ഒരു പണിയിലേക്ക് ഉറക്കം 1 മണിക്ക് ആയിട്ടുണ്ടാവും. എന്നാലും അല്ല ഫോണിന്റെ പ്ലേറ്റ് എവിടെ? അമ്മൂസിന്റെ പ്ലേറ്റ് എവിടെ? അവിടെ ഇരുന്നോ രണ്ടും. ബർത്ത്ഡേക്ക് സദ്യ എവിടെയാ? തരാട്ടോ. എലിക്ക് നോക്കിയിട്ട് നല്ല ടേസ്റ്റ്. ടേസ്റ്റ് നോക്കിക്കോ. കണ്ണീര് വീട്ടിൽ
കണ്ണീര് വീഴ്ത്തണ്ട അവിടുത്തെ. ഇന്നലെ ഏതൊരു റീൽ എന്തിനു കണ്ടു, കണ്ണീര് വീണ ഫുഡ് കഴിച്ചിട്ടുണ്ടോന്ന്. എനിക്ക് താല്പര്യമില്ലെങ്കിൽ രണ്ടും കൂടി കഴിച്ചോളൂ. കണ്ണീര് പറയുമ്പോ രണ്ടാളി തല കിട്ടിയിട്ടില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഇതാ മമ്മിയുടെ മെയിൻ പ്രശ്നം എന്താണെന്നറിയാം, മമ്മി വീഡിയോ എടുക്കും. മമ്മി എന്താ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാൻ പകുതി അല്ല ഓണാക്കില്ല എന്നില്ലല്ലോ. അതേപോലെ വീഡിയോ എടുക്കുമ്പോൾ ഓണാക്കി. കഥ ഫുള്ള് പറഞ്ഞു കഴിയും. രണ്ടാമത്തെ കഥ പറയുമ്പോഴേക്കും ഓർമ്മ ഉണ്ടാവില്ല. കട്ടെടുക്കുന്നുണ്ടോ? കള്ളത്തി എടുത്ത മോളെ ടേസ്റ്റ് നോക്കിക്കോ. നന്നായിട്ടുണ്ടോ? ഇന്ന് പൊത്തിയോ? ഇങ്ങോട്ട് വന്നോ? ഇവിടെ ഇരിക്കുക. ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി വാങ്ങിക്കാം. ഞാൻ പറഞ്ഞാലും മനസ്സിലാവില്ല. ഒന്ന് വാങ്ങിച്ചതിട്ട് കഴിക്കൂല. എന്നാൽ രണ്ടുപേരും കൂടെ ഒരെണ്ണം വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഞാൻ ചോറ് കുറച്ച് കൂടുതൽ ഇടാൻ പറഞ്ഞത് ഇതാണ്ടാ, അവൾക്ക് വാരി കൊടുക്കാച്ചിട്ടാണ്. എനിക്കറിയാം അവള് ബിരിയാണി കഴിക്കില്ല എന്ന് എനിക്കറിയാം. അവളിനെ എനിക്കറിയില്ലേ, ഞാനല്ലേ അവളാണെന്നോ. എത്ര പറഞ്ഞാലും മനസ്സിലാവും. വേണ്ടാത്ത സാധനം ഓടിപ്പോയിട്ടോണ്ട് ഓർഡർ ചെയ്യും, എന്നിട്ട് കഴിക്കില്ല. ചെറുതവിടെ ഓർഡർ ചെയ്തിട്ട് കഴിക്കുന്നുണ്ട് പോയിത്രേ. കുറച്ചൊക്കെ കഴിച്ചിട്ട് പോയി. ഇതാണ് കേട്ടോ, സമുദ്ര സദ്യയാണ്. അവർക്ക് ഒന്നുമില്ല, വെറും പ്ലേറ്റ്. പിറന്നാൾ അത്ര പിറന്നാളൊന്നുമില്ല. അവർക്കൊരു പച്ചമുളകിന്റെ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതെ അതെ, ഇരുത്തം കാണും പറയുന്നുണ്ട്. ഇരുത്തം കാണും പറയുന്നുണ്ട് കിളി പോണു വിശന്നിട്ട്. ഇവിടെ ഒരു കാഴ്ച കേട്ടത്. ആരവിടെ പോയി വിട്ടത്? ഞാനും വിചാരിച്ചാ. അപ്പൊ മമ്മി ഇങ്ങോട്ട് വാ, വാരി തരുവാ. നമ്മുടെ വീട്ടിൽ ഇവിടെ നമുക്ക് രണ്ടും കൂടി കഴിക്കവാ. ആദ്യം എന്ത് കഴിക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. ഒന്നും കഴിക്കണതല്ലേ ബിരിയാണി, അതൊന്നും ഒന്നും ഒഴിവാക്കി കൊടുക്കും. വീട്ടിലടിച്ച് പിടിച്ച് കുത്തിയിട്ടുണ്ടോ? അപ്പൊ ഒരു വഴിയില്ലല്ലോ. ആരും എത്തപ്പെടുകയോ. എന്നാ ശരി, മമ്മി കഴിക്കട്ടെ. ഈ അവിടെ ഇരിക്കുമ്പോൾ സമാധാനം. വാരി തരണ്ട് വയ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. പക്ഷെ ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഫിഷിന്റെ കുറെ ഐറ്റംസ് കാണും. അപ്പോഴും നമ്മുടെ വന്നില്ല. ബുദ്ധിയുള്ളവർ കഴിച്ചോ? ഞാനൊരു വായി വാരി കൊടുത്തായിരുന്നു. ഇന്ന് എന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ ഒരു വാരി കൊടുത്തായിരുന്നു. അപ്പൊ എന്തായാലും ടാറ്റ. ഫോട്ടോഷൂട്ടാണ് കേട്ടോ. എടുത്തരാം. നമ്മള് ഫുഡൊക്കെ നേരെ ഇരിക്കും മോളെ. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയാനേ കൂലിയൊന്നും തരുന്നില്ലല്ലോ. അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഇവിടെ റെസ്റ്റ് ഇരിക്കാന്ന് വിചാരിക്കേണ്ടവർ എന്തൊക്കെ ഗൂഢാലോചനയിലാണ്. രണ്ടുപേരുണ്ട്. ഇനി ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് അവിടെ ഓരോരുത്തർ ഇരിക്കാൻ കേട്ടോ. അവരൊക്കെ പിന്നെ ഓരോ ആൾക്കാർ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. കുറേ നേരം ഇരിക്കണം കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഓടി പിടിച്ച് വരും ടൈം അയച്ചിട്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു വഴിയാവും. പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ, അതിൻ്റെ ക്ഷീണം നോക്കി തീർക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടോ നോക്കിയൊക്കെ കയറിയിരിക്കും. അയ്യോ വേണ്ട ഇരുത്തിയതാരും പറഞ്ഞ പോലെ ഇവിടെ വന്ന് ഇരുന്നാലും തങ്കത്തിന് ഒരു കുറവുമില്ല. ഊളംപാറയ്ക്ക് കൊണ്ടുകൊണ്ട് എന്നെ വരും. ഇതിപ്പോഴത്തെ മരുന്നിലൊന്നും ഒതുങ്ങും തോന്നണില്ല. തങ്കമ്മേ എന്നല്ലേ, തങ്കമ്മേ. ഇപ്പം ഞങ്ങൾ കോളർട്ടുന്നതാണ്. ഇവിടെ ജിമ്മിന് പോകും. നേരം വൈകി തങ്ങമേ പറഞ്ഞ് വിളിക്കും. അപ്പൊ അവിടുത്തെ വിഷ്ണു ഇല്ലേ, അപ്പൊ അവിടുത്തെ വിഷ്ണു ആയിരിക്കും ചെവിയില്ല. ഇവിടെ ആട്ടണൊക്കെ അവനൊക്കെ ഇട്ട്. ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് തീർക്കാൻ ഇരിക്കുകയല്ലോ കേട്ടോ ഇവര്. എന്താ പറയുക, പ്രാക്ടീസ് ചെയ്തിട്ട് ക്ഷീണിച്ചിട്ട് ഇരിക്കുകയാണ് ഇല്ലേ. ഇന്നൊരു എൻ്റെ ഉണ്ണി ഞാൻ എല്ലാവരും കൂടെ കുത്തി ഇന്നൊരു കണ്ടന്റ് ബേസ് ആയതുകൊണ്ട് അവർക്കൊന്നും ഒരു കംഫർട്ടബിൾ ഇല്ല കറക്റ്റായിട്ട്. ഇപ്പൊ തന്നെയല്ലേ 3:52 ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിപ്പോ നമ്മളിന്ന് ഇവിടുത്തെ ഉത്തരയുടെ വീട്ടിലേക്കാ പോകുന്നല്ലേ. അവര് പ്രിപ്പയർഡ് അല്ല അത്ര, അതുകൊണ്ടാണ്. പക്ഷെ നമ്മളിന്ന് ഇവിടെ ഞാൻ ഉത്തരയുടെ വീട്ടിലേക്ക് പോകാൻ ഏറ്റിട്ടുണ്ട്. ഇവിടുത്തെ ആരാ ഉണ്ണി? ഉത്തര ആരാ? ഇവിടുത്തെ ആരാ ഉത്തര സാപ്ലറില്? അറിയില്ല അല്ലേ?
സാപ്പിളറില് വലിയൊരാളാണ്, അത് പറയാലോ അല്ലേ മോളെ? ഇല്ല, ഞങ്ങളൊന്ന് ഉത്തരന്റെ വീട്ടിലേക്ക് വരികയാണ്, സാപ്പിളറിൽ വലിയൊരാളാന്ന് പറഞ്ഞിട്ടുണ്ട്. പദവിന്ന് എനിക്കറിയില്ല, അതുകൊണ്ടല്ലേ നിങ്ങൾ ഉത്തരന്റെ വീട്ടിലേക്ക് നിങ്ങളുണ്ടോ? എന്നാ ക്യാമറ തിരിച്ചു, ഇവര് വേണ്ട. അയ്യോ വെറുതെ പറഞ്ഞാട്ടോ, എല്ലാവരെയും കൊണ്ടുപോകും. എന്റെ വീടല്ലല്ലോ, ഉത്തരയുടെ വീടല്ലേ, എല്ലാവരെയും കൊണ്ടുപോകാട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇന്നെന്താ വെച്ചാൽ എന്തായാലും പറഞ്ഞ അവിടേക്ക് തന്നെ പോകേണ്ടി വരുന്ന തോന്നണം. ട്രെയിൻ കിട്ടുമെന്നൊന്നും അറിയില്ല. വാവുകുട്ടീനെ സെറ്റിൽ ചെയ്യണം എവിടെയെങ്കിലും. അവിടെ കറങ്ങാൻ പോയി, വീട്ടിലൊന്നും ഇല്ല. ആ ഫ്രണ്ട്സിന് ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ഫ്രണ്ട്സായിട്ട് സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ പോയിരിക്കുക. വാവ സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ പോയിരിക്കും. എന്നിട്ട് അവിടെ ചെന്നിട്ട് മമ്മീന്ന് സെക്കൻഡ് സാറ്റർഡേ ആണെന്ന്. ശരി, ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഞാനില്ലാതെ എടുക്കില്ല എന്ന് പറഞ്ഞതാ. പിന്നെ 4 ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ പോയതാണ് കേട്ടോ. ഭാവിയില്ലാതെ ഒരു സുഖമൊന്നുമില്ല. പക്ഷെ വിളിച്ചാൽ വരില്ല. ഞാൻ പറഞ്ഞതാ എനിക്കൊന്ന് തീരെ വയ്യാട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് രാത്രിയൊക്കെ തലവേദന വന്നിട്ട് എവിടേക്കെങ്കിലും ഞാനൊന്ന് പോകണമെന്ന് വിചാരിച്ച തലേ ദിവസം തലവേദന. അതെന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വാവോട് പറഞ്ഞതാ, വാവുകുട്ടി ഒന്ന് വാവുകുട്ടി എനിക്ക് വയ്യാന്ന്. ഞാൻ പോവില്ല പറഞ്ഞു. എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വരുമ്പോൾ വാതിലടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് ഉണർത്തി. പിന്നെ സഹായത്തിന് വരുന്ന ആൾ വന്നിട്ടില്ല. പിന്നെ നമ്മളവിടെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളവിടെ അടുക്കളയും മതിലൊക്കെ കെട്ടുന്നുണ്ട്. അവരൊന്നും വന്നിട്ടില്ല. ഞങ്ങളെല്ലാവരും കൊണ്ട് പോകുന്നിരിക്കുകയല്ലേ, അപ്പോൾ അവരും വന്നിട്ടില്ല. അപ്പം ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് മുമ്പേക്ക് ട്രെയിൻ കിട്ടുമെന്ന് അറിയില്ല. അത് നല്ല ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം വരുമ്പോൾ എങ്ങനെയെങ്കിലും വരാം, പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷെ നല്ല തണുപ്പ് കേട്ടോ. ഫുള്ള് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് വെയിലുകൊണ്ട് വെയിലല്ല, നല്ല ചൂടും കുറേ ഇൻഫ്ലുവൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ടായിരുന്നു. ഡാൻസാണ് അടിപൊളി കളിക്കും കേട്ടോ. പക്ഷേ മറ്റെന്താ പറയുക, കണ്ടന്റ് ആയതുകൊണ്ടേ ടെൻഷൻ ആയിട്ടിരിക്കുന്നത്. എന്നെ കൂട്ട് വിളിക്കണം, ഞാൻ ഇതിന് പോണത് വലിയ കാര്യത്തിൽ അടുത്ത പ്രൊമോഷൻ കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്തോട്ടെ. ഞാൻ വരില്ല ഉണ്ണി, കയറിട്ട് വെച്ച ഞാൻ വരില്ല. കണ്ടത് കൂട്ടിക്കോ. പിന്നെ അടുത്തത് ഉണ്ണിട്ടാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുള്ള കണ്ടന്റ് റെഡി കൊണ്ടിരിക്കുകയാണ്. വിശേഷം എന്നാണ് കേട്ടോ സിനിമയുടെ പേര്. അപ്പോൾ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. ഡാൻസ് കാണിച്ചാൽ അവളെ എങ്ങനെ വേണിച്ചാലും ചെയ്യും. പക്ഷെ ഇതാകുമ്പോൾ അവൾക്ക് ഒരു പെട്ടെന്ന് ഒരു ടെൻഷൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവളെ ഓക്കെ ആക്കി കൊടുക്കും. ഈ ഡ്രസ്സ് സ്റ്റുഡിയോ ഒന്ന് എടുത്താൽ കേട്ടോ. ഇന്നലെ പോയിട്ട് നന്നായിട്ടുണ്ടോ പറയണേ. ഇത് കഴിഞ്ഞ് അവൾക്ക് ക്ഷീണം അപ്പോൾ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു. നമ്മളിനി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിന് നോക്കണം എത്ര മണിക്കാണ്, എന്നിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. ഇപ്പോൾ സമയം എത്രയുമോ ഉണ്ണിമോ? 4:41. 4:41 അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് മെല്ലെ ഇറങ്ങട്ടെ. ഇനി എത്ര മണിക്കാണ് ട്രെയിനെന്ന് അറിയില്ല കേട്ടോ. അതൊരു ടാസ്ക്കാണ് ട്രെയിന് കണ്ടുപിടിച്ച് കയറി പോകാൻ. സീറ്റും ഇല്ല, ഒന്നുമില്ലല്ലോ. അത് ഒരു ടാസ്ക് തന്നെയാണ് അല്ലേ ഉണ്ണിമ? പക്ഷെ നമ്മളെന്നാലും വാവക്കുട്ടി അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും എത്തും അവിടെ. എങ്ങനെയായാലും നമ്മൾ ഊബർ വിളിച്ചിട്ടാണെങ്കിൽ നമ്മൾ പോകും അല്ലേ ഉണ്ണി? അതില്ല ഞങ്ങളിവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ടൊക്കെ പോകുള്ളൂ. പക്ഷെ വാവക്കുട്ടി അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങളവിടെ എത്തിയിരിക്കും. അപ്പം ഇനി എന്തായാലും മഴയും പെയ്യുന്നുണ്ട് പുറത്ത്. ട്രെയിനിൻ്റെ സമയം നോക്കിയിട്ട് വേഗം വണ്ടി വിടട്ടെ. കഴിഞ്ഞില്ലേ? പോവാം. ശരി. അങ്ങനെ ഫൈനലി നമ്മളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി അല്ലേ ഷുട്ടാപ്പിയെ? അതെ. ഇനി നമ്മൾ ഓട്ടോ പിടിക്കണം. ഒരു സുട്ടപ്പൻ വീട്ടിലുണ്ട്, എന്നിട്ട് കൊണ്ടുവന്നില്ല. വെറുതെ പറയും പ്രോ ഡ്രൈവറാണ് ഞാൻ,
അങ്ങനെയാണ്. ഞാൻ പെട്ടെന്ന് എന്തോ വീണു വിചാരിച്ചു. അങ്ങനെ പറയോ? അങ്ങനെ പറയണ്ടേ? പ്രോ ഡ്രൈവർ അല്ല അവള്, പ്രോ ആണെന്ന് പറയണം. പ്രോ ആണെന്ന് പറയണം. അപ്പൊ നമ്മള് പോവാണ്. ഇവിടെ എവിടെ ഓട്ടോ കിട്ടുന്ന പറഞ്ഞു. നമ്മള് ഉത്തരയുടെ വീട്ടിലേക്കാ പോണത്. കണ്ടോ ബാക്കിലേക്ക് റോബർട്ട് അല്ല എന്റെ തല കാണുന്നേ. അപ്പൊ ശരി കേട്ടോ. എല്ലാരും ഓരോരോ വഴിക്ക് പോയി. എവിടെ പോയാലും നമ്മളായിരിക്കും ലാസ്റ്റ്. അവിടെ അടിച്ചു വാരി എല്ലാം തുടച്ചിട്ട് കൊടുത്തിട്ടേ വരുള്ളൂ അല്ലേ? അതെ. ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ല കേട്ടോ. ഇവള് വരുന്നത് എനിക്കറിയാന്നുള്ളത്, ഞാൻ അവൾക്ക് അറിയാന്നുള്ളതിലാ പോണത്. ഞങ്ങൾ രണ്ടാളും ഒരു അഡ്ജസ്റ്റ്മെന്റിലാ പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു ഉരുസാണ്. ഞങ്ങൾ ചിലപ്പോ ഉരുസും. ശരി. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു നല്ലൊരു ഇറക്കാണ് കേട്ടോ. ഓക്കെ, ഇനി വല്ലാണ്ട് വീഡിയോ എടുത്താൽ അവിടെ റോഡാണ്, മെയിൻ റോഡ്. അപ്പൊ ശരി, ബൈ. നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട്. അപ്പൊ നമ്മളിതാണ്ട് ഇവിടെയാണ് കേട്ടോ വന്നത്. ഈ ഒരു പേരും ഇവിടെ സ്ഥലം അറിയാണ്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിലുണ്ടേ. ഈ ഒരു ഹോട്ടലാണെങ്കിൽ അത് ഓട്ടോക്കാർക്ക് അറിയണില്ല. നമുക്കാണെങ്കിൽ ഹോട്ടലിന്റെ പേര് നമ്മൾ കാറില് വരികയാണെന്ന് വെച്ചാൽ കറക്റ്റ് മാപ്പ് ഇട്ട് കൊടുത്താൽ വരാം. പക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ഓട്ടോക്കാരോടാണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ ലൊക്കേഷൻ അറിയായിരുന്നു, സ്ഥലപ്പേര് അറിയില്ലായിരുന്നു. എന്നിട്ട് എങ്ങനെയൊക്കെയോ കാണിച്ചു കൊടുത്തിട്ട് ഓട്ടോക്കാരായിട്ട് ഞങ്ങൾ അടിയൊക്കെ ഉണ്ടാക്കിട്ടോ. പിന്നെ എനിക്ക് ശരിക്കും അടി ഉണ്ടാക്കാൻ അവിടെ നിൽക്കാനുള്ള നേരില്ല, അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഈ സമയമായിരുന്നു നല്ല ബ്ലോക്ക്. അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഹരിബറിയിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സമാധാനത്തിൽ പോകണം. കാരണം 6:15 ട്രെയിൻ. ഇപ്പം സമയം 5 മണിയൊക്കെ ആവുന്നേയുള്ളൂ. ഇഷ്ടംപോലെ സമയത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഓട്ടോക്കാരൻ പറ്റിച്ചെന്ന്. അവന് വീഡിയോ കാണണ്ടച്ചാ എനിക്ക് തല്ലുകൂടാൻ സമയമില്ലാത്തതുകൊണ്ടായിരുന്നു. വാവുട്ടൻ, ഒരു വാവക്കുട്ടനുണ്ട് ഞങ്ങൾക്ക് കേട്ടോ, കുഞ്ഞു കുട്ടിയാ. അപ്പോൾ ഇപ്പോൾ ഈ ചേട്ടൻ പറയണത് വളരെ കുറവ് ഒരു പൈസയായിരുന്നു. പക്ഷെ വരുമ്പോൾ അവൻ നല്ലോണം പറ്റും. പക്ഷെ എനിക്ക് തല്ലുകൂടാനോ അവിടെ നിന്ന് ഇതാക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു. നമ്മൾക്കൊരു ആദ്യ ചേട്ടൻ നമ്മുടെ അടുത്ത് സ്ഥലം അറിയില്ല അത് ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. എനിക്ക് പറ്റില്ല കൊണ്ടാകും. ഞാൻ പറഞ്ഞു ഇവിടെ 5 കിലോമീറ്റർ ഉള്ളിലാണ്, ഒരുപാട് ദൂരമൊന്നും ഇല്ല പറയുമ്പോൾ ഇവർ വിചാരിച്ച് നമ്മൾ കാശ് കൊടുക്കണേന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെല്ലായിടത്തും പോയിട്ട് കറങ്ങി തിരിഞ്ഞ് സമയം കളയേണ്ടത് ഞാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് വേറെ തന്നെ ഒരു ഓട്ടോ ചേട്ടൻ പറഞ്ഞു അവർ കാശൊക്കെ തരും, അവർ അതെല്ലാം പറയുന്നത്, നീ കൊണ്ടുവിട് വേഗം, അതിന് സമയമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ ഇത്ര രൂപയാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു പൈസയൊക്കെ തരാം ചേട്ടൻ കൊണ്ടുവിടും. ഇപ്പം നമ്മൾ പോകുന്ന ഓട്ടോ അതിൻ്റെ പകുതി ഇട്ടു. അപ്പോൾ കണ്ടില്ലേ ആൾക്കാർ പറ്റിക്കാൻ പാടില്ല. സത്യസന്ധമായിട്ട് നമ്മളിരിക്കണം, പറ്റിക്കരുത്. അതും അവരുടെ വായിരിക്കണം മൊത്തം കേൾക്കുകയും ചെയ്തു. ഇത് നമുക്ക് അതിനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇങ്ങനെയാണ് കേട്ടോ. കോട്ടെ സാരില്ല, ഹരിബറിയുടെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു മാത്രം അല്ലേ ഉണ്ണി അല്ലേ? ഒന്ന് മനസ്സിലായത് വരുമ്പോഴുള്ള ഓട്ടോയിലെ എക്സ്പീരിയൻസ് പറഞ്ഞതാ അല്ലേ? ഇപ്പോൾ പറയുന്നില്ലേ എന്നിട്ട് ലാസ്റ്റ് പോകുന്നു അങ്ങനെ എന്താ പറഞ്ഞു? ഓക്കെ താങ്ക് യു, പൈസ കിട്ടിയല്ലോ, പറഞ്ഞ കാശ് കിട്ടി. അപ്പോൾ താങ്ക് യു. ഞാൻ പറഞ്ഞു പോണ വഴി കണ്ടൊരു എന്തെങ്കിലും എടുത്ത് വെറുതെ ഇങ്ങനെ ഇടാന്ന് പറയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടി വരണം ആലുവയ്ക്ക് ഇല്ലേ? നമുക്ക് 2 ദിവസമായിട്ട് വരണം. അതൊരു സർപ്രൈസ് ചെയ്തോണം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സർപ്രൈസ് ചെയ്തോണം, അത് പറയണ്ട. ശരി, നല്ല ബ്ലോക്കാണ്. വൈകുന്നേരം ആയില്ലേ, ഓഫീസൊക്കെ വിടുന്ന സമയമായില്ലേ, അതാട്ടോ. ഓക്കെ, കൈ കടിയിടും കേട്ടോ. വീണ്ടും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എടുത്തിട്ട് 6:15 ട്രെയിന്, 5:45 ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സമയം തന്നെയാണ് കയറാൻ വേണ്ടിയിട്ട്. വല്ലാണ്ട് ധൃതി പിടിച്ചൊന്നും വന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഉണ്ണിക്ക് ഒറ്റ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിരക്കുണ്ട് കേട്ടോ, അത്രയൊന്നും തിരക്കില്ല. അങ്ങനെയാണ്
ഇനി എന്തായാലും ഇപ്പോൾ 6 മണിക്കാണ് വന്നേക്കണത്. ഇതിപ്പോൾ എത്ര മണിക്ക് അവിടെ എത്തുമെന്ന് അറിയില്ല. ബാംഗ്ലൂർ പോണ ട്രെയിനാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വേഗം എത്തിയിട്ട് ചാച്ചോടങ്ങാണ്. അത്രയ്ക്ക് ടയേർഡാണ് ഞാൻ. എന്നെ കണ്ടാൽ തന്നെ അറിയാം എൻ്റെ കണ്ണൊക്കെ അങ്ങനെ ആയണോ കേട്ടോ. എനിക്കിങ്ങനെ ഉറക്കം തൂങ്ങുന്നുണ്ട്. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ ആയതുകൊണ്ടേ നമുക്കവിടെ മനസ്സ് വിട്ടൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ എന്താ പറയുമ്പോഴത്തേനും ഒറ്റപ്പാട് എത്തൂല്ലോ, രാത്രിയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഹലോ. ചാരി ഇനി 10 മിനിറ്റ് ഉണ്ട് ഇറങ്ങാൻ. ഞാനും ചെടുപ്പൊന്ന് ശരിയാക്കി എണീറ്റത്. എന്താണെന്ന് പോകുമ്പോൾ കയറുമ്പോൾ ലോഡ് വണ്ടി എൻ്റെ നെല്ല് വരുമ്പോഴും സുഖമായി ഉറങ്ങി. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് ഇന്നുണ്ട് 5 മിനിറ്റ് ഉറങ്ങാൻ പറ്റി. കുഴപ്പമുണ്ടായിരുന്നു. കണ്ണ് കണ്ടാൽ തോന്നണം. പോയി ഉടനെ ഒന്നി എനിക്ക് നല്ല ദോശയും ചമ്മന്തി ഉണ്ടാക്കി തരും. ഒന്നില്ല, എനിക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് എന്തായാലും പറ്റില്ല. ദോശയും ചമ്മന്തി ഉണ്ടാക്കി തരും. നല്ല കട്ടൻ കാപ്പി. നമുക്ക് പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ളൂ. എൻ്റെ വാവേ പുള്ളി നിറങ്ങിയിട്ടുണ്ട്. അവിടെ പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ളൂ. എനിക്ക് വേണ്ട പുറത്ത്. എനിക്ക് പുറത്തൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ പോയിട്ട് പുറത്ത് കഴിച്ചത്. ഞാൻ ദോശ ഉണ്ടാക്കി തരും. ഞാൻ ഷവർമ്മ ഞാൻ കഴിക്കാൻ കഴിക്കില്ലെന്ന് അവൾക്ക് അറിയാം. അവൾ ആ ധൈര്യത്തിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ ഷവർമ്മ കഴിക്കുന്നത്. എനിക്ക് കഴിക്കാൻ ഷവർമ്മ കഴിച്ച് ചവറ് പോലും വെച്ചത്. എന്താ നാളെ ഉണ്ടാക്കി തരും? നമുക്ക് ഉണ്ടാക്കാം. വീട്ടിലുണ്ടാക്കി തരാം നാളെ തന്നെ. അതിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വായോ സെറ്റ്. നാളെ പോയിട്ട് നാളെ. അല്ലെങ്കിൽ ഞാൻ നാളെ നിങ്ങൾക്ക് ബർഗർ ഉണ്ടാക്കി തരാം. ഞാൻ ഷവർമ്മ ഉണ്ടാക്കി തരാം. പക്ഷെ നാളെ ഞാൻ സാധനങ്ങൾ മേടിച്ചിട്ട് പോയി നാളെ ഹൈപ്പറിലേക്ക് പോകുമ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ ഹൈപ്പറിലേക്ക് പോകുമ്പോൾ അതല്ല ഞാൻ പോയിട്ട് അല്ല ഇതൊക്കെ വീട്ടിൽ പോയിട്ട് ചർച്ച ചെയ്താൽ പോലെ. ഇത് ട്രെയിനല്ലേ. ഞങ്ങളൊരു നിമിഷം വീട്ടിലാണെന്ന് ചിന്തിച്ചു പോയില്ലേ. സത്യത്തിൽ ഒരു നിമിഷം വീട്ടിലാണെന്ന് ചിന്തിച്ചു പോയി. പിന്നെ ട്രെയിൻ ഞങ്ങൾ തിരക്കൊന്നും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ എല്ലാം കുഴപ്പമില്ല. ഞാനേ പോയിട്ട് ഹൈപ്പറിന് സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. എന്നിട്ട് ഞാൻ ജിമ്മിൽ പോയിട്ട് വരുമ്പോഴേക്കുണ്ടാക്കും. നീ ബർഗർ ഉണ്ടാക്കി തരാം. നാളെ എനിക്കില്ല. അപ്പം നീ ബർഗർ ഉണ്ടാക്കി മറ്റൊന്ന് ഞാൻ നീ വരുമ്പോഴേക്കുണ്ടാക്കി വയ്ക്കാം. എന്നാൽ നാളെ ഞാൻ ബർഗർ എൻ്റെ മരുന്നാണ് വാങ്ങിക്കാൻ പറ്റും ഇപ്പോൾ. ഓ മേടിക്കാം. ഇല്ല ഇറങ്ങാറായി. അവള് സ്വിച്ച് ഓഫ് ആയി ഫോണേ. അതത്ര ധൈര്യം.